ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീല ലമ്മാ ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടപ്പോൾ ഹമദത്ത് ഹമിദത്ത് രണ്ടേക്കും വായിക്കാം. നസറ അൻസുറിൻ്റെ മാതിരിയും വായിക്കാം, സമി അസ്മുവിൻ്റെ മാതിരിയും വായിക്കാം. തിൽക്കല്ലയിലെത്താ രാത്രിയിൽ കെട്ടുപോയി നാറു ഫാരിസ, പേർഷ്യക്കാരുടെ തീകുണ്ടാരം, ബാദല്ലിറാം അതിങ്ങനെ എരിഞ്ഞ് കത്തിയതിന് ശേഷം വലം തക്കുൻ ഹമദത്ത് അത് കെട്ടിരുന്നില്ല. കബലൈതാലിക്ക മുത്തനബിയുടെ ജന്മത്തിൻ്റെ മുമ്പ് അത് കെട്ടിരുന്നില്ല. ബി അൽഫയാം 2000 വർഷമായിട്ട്. ഈ 2000 എന്നൊക്കെ പറഞ്ഞ അർത്ഥം കുറേ അർത്ഥമുള്ളൂ. പിന്നെ വർത്തജ ഈവാനു കിസ്ര ചക്രവർത്തിയുടെ ഈവാൻ അങ്ങ് ഇങ്ങനെ കിടിലം കൊണ്ടു, കൊട്ടാരം കിടിലം കൊണ്ടു. വസഖതതു മിന്നു അതിൽ നിന്ന് താഴേക്ക് പതിച്ചു. അശറത ശുറുഫത്തൻ 14 താഴികക്കുടങ്ങൾ. 14 താഴികക്കുടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് താഴേക്ക് തകർന്നു വീണു. ചിലതിന് ഷുറാഫ എന്നൊക്കെ ഉണ്ട് ചില ഏട്ടിൽ, പണ്ടത്തെ ഏത് ഏട്ടിലൊക്കെ അല്ലേ. ഷുർഫാന്നാ ശരിക്കും വേണ്ടത്, ഷുറാഫ തെറ്റാണ്, ഷുർഫത്തൻ. പിന്നെ വഗാലത്ത് വറ്റിപ്പോയി. ബുഹൈറത്തു സാവത്ത സാവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ ഒരു തടാകമുണ്ടായിരുന്നു. കൊച്ചു സമുദ്രം എന്ന് പറയാൻ മാത്രം വലിപ്പമുണ്ടായതുകൊണ്ടാണ് ഇതിന് ബുഹൈറ എന്ന് പറയാൻ കാരണം. സമുദ്രം മരം പറ്റല്ലോ, അപ്പം വലിയ തടാകമാണ്, കുഞ്ഞു തടാകമൊന്നുമല്ല. പിന്നെ വസുബഹത്ത് ആയി മാറി അസ്നാമുദ്ദുന്യാ കുല്ലുഹാ ഇഹലോകത്തെന്നുണ്ടായിരുന്ന ബിംബങ്ങളായ ബിംബങ്ങൾ മുഴുവനുമായി മാറി. മങ്കൂസത്തൻ തല കീക്കാൻ തൂക്കാക്കപ്പെട്ടതായി മാറി, തല താഴേക്കും കാല് മേൽപോട്ടുമായി മാറി. റുമിയത്ത് ഷയാത്തീനുമി സഹ്മാ പിശാച്ചുകളെ എറിയപ്പെട്ടു. മിനസമായി മുകൾ ഭാഗത്തിൽ നിന്ന് ബിഷുഹുബി സവാഖിബ് പിശാച്ചിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്നതായ തീക്കോലുകളെ കൊണ്ട്. വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ സൂറത്ത് തബാറക. പിന്നെ നക്ഷത്രങ്ങളെ എന്ത് ചെയ്ത് ഇങ്ങോട്ട് മുകളിൽ നിന്ന് കെട്ട് വിടുകയാണ്. അങ്ങോട്ട് തുളഞ്ഞു കയറും പിശാച്ചിൽ വരും. കട്ട് കേൾക്കാൻ അയക്കൂല. മറ്റുപോലെ ഇങ്ങനെ കട്ട് കേൾക്കും. മലായിക്കത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വരാൻ പോകുമെന്ന് പറയുന്ന തീരുമാനങ്ങൾ പറയും. ഇന്ന ദിവസം മഴ പെയ്യും, ഇന്നലെ ദിവസം ഞമ്മക്കാട്ട് ഭൂകമ്പണ്ടാണ്, മഴ തെക്കം ചെയ്യും. മലായികത്തിലേക്ക് ഇങ്ങനെ ഉയരം കൊടുക്കും. അതിന് കട്ട് വെക്കും ആര്, ചെയ്താന്മാർ. ഇങ്ങോട്ട് അതിങ്ങനെ എന്തെങ്ങാണ്ട് ആർക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടുത്തെ ഇങ്ങനെ ഇവിടുത്തെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അതായിരിക്കുന്ന ചെയ്താനെ പൂജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കോമരന്മാരൊക്കെ ജ്യോത്സ്യന്മാരൊക്കെ, ഓൽക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഓല് ഇളകി പറയുമ്പോൾ ഓരോന്നിങ്ങനെ പറയും. ഓല് പറഞ്ഞത് കുറേ കാര്യമുണ്ട് അറിയും. ഒന്ന് കേൾക്കും, അല്ലെങ്കിൽ 100 കളവ് ചേർക്കും എന്നാണുള്ളത്. അതുപോട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ രാത്രി എന്ത് ചെയ്തില്ല, ചൈത്തന്മാർക്ക് കട്ടേക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. പിന്നെ ഫംബലജ സുബുൽ ഹക്കി അന്ന് പൊട്ടിവിടരുന്നത്, ഹക്കിൻ്റെ സുബ്ഹാണെന്ന് പൊട്ടിവിടരുന്നത്. ബാത്തിലായി മാവന്ന് കാനയാമലുഹു കുല്ലുകാദിബിൻ കള്ളന്മാരായ കള്ളന്മാർ ചെയ്തിരുന്ന കർമ്മങ്ങൾ മുഴുവനും അന്ന് ബാത്തിലായി. റുവിയാൻ യഹ്യ ബിൻ ഉർവ എന്നവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന നഫറം മിൻ ഖുറൈശിൻ ഖുറൈശികൾപ്പെട്ട ഒരു സംഘം ആളുകൾ കാനു അവരായിരുന്നു ഇന്ദ സനമി മിൻ അസ്നാമിഹിം അവിടെ ബിംബങ്ങളെ കൊടുത്തപ്പെട്ട ബിംബത്തിൻ്റെ അടുത്തായിരുന്നു. ഇത്തഖദു ദാലിക്കൽ യൗമ ആ ദിവസത്തെ അവരാക്കിയിരുന്നു ഈദൻ മിൻ അയ്യാമിഹിം അവിടെ ആഘോഷ ദിവസങ്ങളിൽപ്പെട്ട ഒരു യൗമുകളിൽപ്പെട്ട ആഘോഷ ദിവസമാക്കിയിരുന്നു. ചില ദിവസങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാവും, ഇങ്ങനെ ആഘോഷമൊക്കെ ഉണ്ടാവും. അവിടെ ബിംബങ്ങളുടെ ഒക്കെ കൂട്ടിയിട്ടൊരു പായസം വെച്ച് കൊടുക്കലും പിന്നെ പാൽ കൊടുക്കലൊക്കെ ആയിട്ട് ബിംബങ്ങൾക്ക് ഇങ്ങനെ എണ്ണ വെച്ച് കുളിപ്പിച്ചലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ആഘോഷമൊക്കെ ഉണ്ടാക്കുമോല്. അങ്ങനെ ഇരിക്കുക എൻഹറൂന ഫീ ഇസുറാന്നു ഒട്ടകക്കോൽ ഇറക്കുമ്പോൾ ഏക്കുലൂന നന്നായി കഴിക്കും, വൈഷ്റബൂന നന്നായി കുടിക്കുകയൊക്കെ ചെയ്യും. വഖദ് അകഫു അലൈഹി ആ ബിംബത്തിൻ്റെ മേൽ അവർ മുഖം കുത്തി വീഴും. യഹൂലൂന അവർ തമ്മിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഹൗല് ഫിൽ ബാത്തിൽ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോണയൊക്കെ പറഞ്ഞങ്ങാണ്ടേ ഓൻ്റെ കുറ്റം കെട്ട് പറയും, ഇവൻ്റെ കുറ്റം കെട്ടൊക്കെ പറയും. അതിനെ ഹൗലും ഫിൽ ബാത്തിൽ എന്നതിന് പറയും. അതപ്പോൾ ശരിക്കും ഉള്ളിൽ കുറച്ച് കള്ളാണ് ചെന്നാൽ തന്നെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 അച്ചിമ്പിളി നായാട്ടൊക്കെ ഉണ്ടാക്കലൊക്കെ, എന്നാലും ഇടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കൊക്കെ വേണം. അപ്പം രസം ഉണ്ടാവുകയുള്ളൂ. അവന് ദൈവത്തിന് മുമ്പിൽ ചെണ്ടാകുമ്പോൾ ഹരം വേറെയാണല്ലോ. പിന്നെ എന്നിട്ടോ അപ്പോൾ എല്ലാ പൂന നല്ല കളി നടക്കും. ഏത് കളിയാകാം, ചിലപ്പോൾ ചീട്ട് കളി അങ്ങനെയാകാം,
പിന്നെ ഫദഖലു അലൈഹി, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. ഫവജദൂഹു, ദൈവത്തെ അവരെത്തിച്ചു. മക്ബൂബൻ അലാ വജ്ഹിഹി, മുഖത്തിൻ്റെ മേലിൽ വീണ് കിടക്കുന്നതായിട്ട്, തലകുത്തി വീണ് കിടക്കണേ ഒക്കെ, മുഖം കുത്തി വീണ് കിടക്കണൊക്കെ ദൈവങ്ങളൊന്നായിട്ട്, നൂറുകണക്ക് ദൈവങ്ങളൊക്കെ പാവേ ഒക്കെ വീണാക്കുന്നുണ്ട്. പിന്നെ ഫങ്കറു ഇന്ദാലിക്കലേഹി, അവർക്കെല്ലാം വല്ലാത്ത ഒരു മനപ്രയാസമായതാല്, അതായത് മനപ്രയാസം ഉണ്ടാക്കിയാലേഹി ഇല്ലേ, എന്താ കാരണം, ഓ നമ്മളെ ഇവരിങ്ങനെ ആയിപ്പോയല്ലോ. റദ്ദുഹുലാലിഹി, അപ്പോൾ ദൈവത്തെ പിടിച്ചുകൊണ്ട് പഴയ മാതിരി തന്നെ നേരെയാക്കി നോക്കി. ഫങ്കല ബങ്കലാപ സാഹചര്യം, നിന്നെ വീകുന്ന മാതിരി പിന്നെയും വീണു. നേരെ നേരെ നിൽക്കടാറ, നേരെ നിർത്തി നിൽക്കണില്ല, പിന്നെയും വീഴുക തന്നെ എന്നാ. ഇപ്പോൾ പാലു താലിക സലാസൻ മൂന്നെട്ടം കാട്ടി നോക്കി, എല്ലാവരും നേരെ വെച്ച് നോക്കി, ഒക്കെ പിന്നെ ഇങ്ങോട്ട് പിന്നെ താഴേക്ക് പിന്നെയും തലകുത്തി പോകും. ഓഹവലാസ്തക്കി, ഒറ്റൊന്നും നേരെ നിൽക്കണില്ല. ഫലമ്മാർ ഔദാലിക്ക, ഈ പ്രതിഭാസം അവർ കണ്ടപ്പോൾ അബുദ ഹുസൻ അവർ സങ്കടം പരസ്യപ്പെടുത്തി. മറ്റേ കൽബിലുണ്ടായ പരസ്യം പുറത്ത് കടിപ്പിതാൽ വെളിവാക്കി. വതാല്ലുമ, വേദന പ്രകടിപ്പിക്കലും, നമ്മൾ കുടുങ്ങിയല്ലോ എന്ന് എറിഞ്ഞു കാണ്ടൊക്കെ വെളിയാളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി. അന്നേരം ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നതായ ആ നല്ല പ്രഭാതം അവർക്ക് എന്തായി മാറി എന്നറിയോ? ഒരു അനുശോചനമായി മാറി, ഒരു വേദനയുടെ ദിവസമായി മാറി. ഫഖാല ഉസ്മാൻ ഇബ്നുൽ വൈരിസി, കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ കാര്യപ്പെട്ടവർ എൻ്റെ നേതാവ് ഉണ്ടായിരുന്നു അല്ലെ, ഉസ്മാൻ വൈരീസാണ്, മൂപ്പരാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. മൂപ്പര് പറഞ്ഞു, മാലഹു, എന്തേ ഇപ്പം നമ്മളെ ദൈവത്തിന് പറ്റിയത്? അത് അക്സറത്തനക്കുസ, മുഖം കുത്തിമാറിയൽ പെരുപ്പിച്ചല്ലോ. നഹാദാ, നിശ്ചയമായിട്ടും ഈ പ്രതിഭാസം ലി അംരിൻ, ചില കിതാബിലില്ല അമ്രുൻ എന്നാണുള്ളത്, രണ്ടും ശരിയാണ്. നഹാദാല അമ്രുൻ എന്നാണ് ഏറ്റവും നല്ല വായന. ലി അംരിൻ അങ്ങനെ വച്ചു, ഇതെന്തോ ഒരു വണ്ണമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് വണ്ണമായ സംഭവമാണ്. ഹദത, പുതിയ എന്തോ ഒരു സംഭവമാണ്, അല്ലെ പുതിയ എന്തോ സംഭവത്തിന് വേണ്ടിയിട്ടാണ്. വൻഷത, മൂപ്പര് പാട്ട് പാടാൻ തുടങ്ങി. എന്താ പാട്ട്? ഇഞ്ഞ് പാടും. അതിന് മുമ്പ് വരെ ഒരു വാവുഞ്ഞ് ഹാരിയാട്ടോ. വാ കൽബുഹു, പാടുമ്പോൾ മൂപ്പരെ കൽബെന്താ നിങ്ങൾ യസുലാബിന്നാർ, തീയിനാലിങ്ങനെ എരിയുന്നുണ്ട്. നെഞ്ഞ് തീയിനാൽ എരിയുന്നുണ്ട് കാരണം നെഞ്ഞിട്ട് വേദന കടിച്ചിറക്കി കൊണ്ടാ പാട്ട് പാടുന്നത്. എന്താ പാടിയത് അറിയോ? യാ സാനമല്ലീദിൽ